എടാ, ഒരു ഷോർട്ട് വീഡിയോ പഴയാ ഒരു ഇങ്ങനെ പയസ് എന്ന് പറയുന്നത് സ്ലോ എന്ന് പറയും. നിങ്ങൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മോർട്ടൽ ഇതിന് സെർച്ചിന് പിന്നാലെ പാഞ്ഞിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് മന്ദന്മാരുണ്ടാവും. നിർജ്ജീവമായത് ആരാധിച്ചിട്ട് പൊളിഞ്ഞ് പോണവർ തമ്മിൽ തമ്മിൽ കൊല്ലിച്ച് തിടുക്കാണ്, അവർക്ക് തിടുക്കാണ് തമ്മിൽ തമ്മിൽ കൊല്ലിക്കാനും സ്വയം ഇളിബരാവാനും കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കാനും ഒരു 20 വർഷമെങ്കിലും. അതിനെയാണ് മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ് എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ല. ഇവിടെ ഹാരിസിന് മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ല. എന്നാലും നടക്കേണ്ടത് നടക്കും, കിട്ടേണ്ടത് കിട്ടുന്നു. മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ല. സ്ലോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിടുക്കം കാണിക്കുക. എനിക്ക് ഡ്രഗ് അടിക്കണം, മറ്റേത് ചെയ്യണം, കുടിച്ച് ഡ്രഗ് നടക്കണം, എന്തെങ്കിലും തമ്മിൽ തമ്മിൽ കൊല്ലിച്ച് നടന്നു കഴിഞ്ഞാൽ അത് വഴുതി വീഴുക, നിരങ്ങി നീങ്ങുക. എന്താ പറയുക, നശ്വര നിർജ്ജീവമായത് ആരാധിച്ചിട്ട് ശരിക്കുള്ളത് അറിയാണ്ട്, ഫുള്ളായിട്ടുള്ള അറിവില്ലാണ്ട്, ഇഗ്നോറൻസ് വിവരമില്ലാണ്ട് തമ്മിൽ തമ്മിൽ കൊല്ലിച്ചിട്ട് അതാണ് ശരി, അതാണ് പിടിച്ച് നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പെട്ടെന്ന് പൊലിഞ്ഞു പോയി എന്തെങ്കിലും അസുഖം വന്ന് ചാവുന്നത്. അതിനെയാണ് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ്. മന്ദനും ഊമനും മയ്യും അതൊക്കെ അതിൽ പെടും, നിർജ്ജീവമായത് ആരാധിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇത് ഉന്നതിയിലേക്കുള്ള കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ പോഷിപ്പിക്കണ, തമ്മിൽ തമ്മിൽ ഉന്നതിയിലെത്തിക്കണ ഒരു രീതിയിലുള്ള സംസാരവും ഒരു രീതിയിലുള്ള ഒരു ചെയ്തിയും ഇതിൽ വരുമ്പോൾ അതിന് സ്റ്റഡിനെസ് എന്ന് പറയും. സ്റ്റഡിനെസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അന്നേ തൊട്ടുള്ളതിനെ ഇത് അവിടെ ആരെയും അതിനോട് പറയിപ്പിക്കണമല്ലോ. അപ്പോൾ പറയിപ്പിക്കാണ്ട് പറയുക, അതിൻ്റെ ഒരു രീതിയിൽ പറയുക, രീതിയിൽ ചെയ്യുക. അപ്പോൾ അന്നേ തൊട്ടുള്ളത് അധിഷ്ഠിതമായി നിൽക്കുക, നിലനിൽക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നത് അങ്ങനെയാണ്. അതിന് നോൺ റിലീജിയസ് ആണ്, നോൺ മെറ്റലിസ്റ്റിക് ആണ്. അപ്പോൾ അത് റിലീജിയനായിട്ട് കുറേ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, പിടിച്ച് നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ. അപ്പോൾ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. നിലനിന്ന് പോകുമ്പോൾ അതിൽ കുശുമ്പും വൈരാഗ്യം കുറ്റമൊന്നുമില്ല. തമ്മിൽ തമ്മിൽ ഉന്നതിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങൾ ആരാ അറിയുക. അപ്പോൾ അതിനു വേണ്ടി നിലനിന്ന് യഹോവയുടെ ഇത് അങ്ങനെയാണ്, അതിനുവേണ്ടി പ്രയത്നിക്കും. എത്ര സമയമെടുത്താലും അത് അധിഷ്ഠിതമായി അത് നിവർത്തിക്കപ്പെടണം വരെ അതിനുള്ള ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കില്ല, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനെ സ്റ്റഡിനെസ് എന്ന് പറയുക. സ്റ്റഡിനെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്റ്റഡ് ഫാസ്റ്റ് ആയിരിക്കും, റെഡി ആയിരിക്കും. ഇത്തിരി സ്ലോ ആണെങ്കിലും ആ ഫാസ്റ്റ് പേസ് ഉണ്ടല്ലോ, ആ ഫാസ്റ്റ് പേസിനനുസരിച്ച് തട്ടിച്ച് പോകും, നിലനിന്ന് പോകും. അപ്പോൾ അതിൽ കുറേ അങ്ങനെ ജീവിച്ച് വന്നതായിരിക്കും. പക്ഷേ കുടിച്ചിട്ടക്കടിച്ച് നടക്കണവർക്ക്, നിർജ്ജീവമായത് കൊണ്ട് തലയിൽ കയറ്റി വെച്ച് നടക്കണവർക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നും ഇത് നിങ്ങളുടെ പോലെ ഞങ്ങളും ഇവരും മഞ്ഞയാന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെ പോലെ ഡ്രഗ് അടിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നത് അങ്ങനെയില്ല. പെണ്ണുങ്ങൾ വരെ, പെണ്ണന്മാർ വരെ ഡ്രഗ് അടിച്ച് നടക്കണില്ലേ? പിൽസ്, അബോർഷൻ, പ്രഗ്നൻറ്റ് കഴിച്ച നട്ട് നിർജ്ജീവമായത് ശിഖണ്ഡികൾ ആരാധിച്ചിട്ട്. അതങ്ങനെയല്ല. അപ്പോൾ ഒരു പേസ് വെച്ചിട്ട് റെഡി, സ്റ്റഡി, ഡിറ്റർമൈൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഡിറ്റർമൈൻഡ് ആയിട്ട് കല്ല് പോലെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് ചെയ്യും. എന്തെങ്കിലും ടർമോയിൽസ്, എന്തെങ്കിലും നല്ലത്തിലുള്ള ലവിലുള്ള ടർമോയിലായാലും എന്ത് വന്നാലും സ്മൂത്താണെങ്കിലും അതിനെ പിടിച്ച് നിന്ന് അന്നേ തൊട്ടുള്ള അധിഷ്ഠിതമായി നിൽക്കാനുള്ള കഴിവുണ്ടാവും അവർക്ക്. ഉന്നതിക്കുള്ള ഹ്യൂമൻ മെറ്റലിസ്റ്റിക് നേച്ചറിനേക്കാളും പുറമേ ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ അവർക്കൊരു ഇതുണ്ടാവും. അവർക്കൊരു മനസ്സിലാക്കാനുള്ളൊരു ഖ്യാതി, അല്ലെങ്കിൽ ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു ഉടലെടുത്തുണ്ടോ, ഒരു തനിയെ ഉടലെടുത്തുണ്ടോ, ആരും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ തോറും നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവരുടെ പാരൻസിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരെക്കാളും വയസ്സന്മാർക്കും, അവരുടെ കൂടെ അനിയന്മാരും, അവരുടെ കൂടെ കസിൻസും അനിയത്തിമാരും, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും പഠിച്ചവരും കുറേ ഗ്രൂപ്പായിട്ട് പലയിടത്തും അവരുടെ ടീച്ചേഴ്സ് അവർ ഒബ്സർവ് ചെയ്താൽ മതി. അവർ ഇതല്ല, ഇത് വേറെയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറേ നാളായിട്ട് അവിടെ ഇവിടെയും ചിതറി നടന്നവർ, ഡ്രഗ് അടിച്ച് നടന്നവർ പെട്ടെന്ന് ഒരാൾ ഇവനെ കാണാൻ നിൽക്കുമ്പോൾ ഇത് മറ്റു മാവൻ്റെ പോലെ മഞ്ഞാണെന്ന് അങ്ങനെയൊക്കെ തോന്നി കുറേ പേര് കുഴിയിൽ ചാടണവരുണ്ട്. പ്രത്യേകിച്ച് എക്സാമ്പിൾ ലേറ്റസ്റ്റ് ഷാജു ആലപ്പോണ്ട ഒരു സി.ജെ. റോയ് തമ്മിൽ കൊലിച്ച് ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് നിരങ്ങി നീങ്ങിയ പോലെയല്ല. അപ്പോൾ അത് നിങ്ങളുടെ സങ്കോചിതമായ അവസ്ഥ, മനസ്ഥിതി, സോഷ്യൽ അവസ്ഥ മാറ്റിയിട്ട് വികസിക്കാൻ പഠിക്കണം. ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടെന്ന രീതിയിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ച്, എന്തെങ്കിലും ചെയ്തിയിലൂടെയോ പറച്ചിലൂടെയോ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അത് കൂട്ടി വാങ്ങുന്നത്. അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ നിർജ്ജീവമായതുള്ള ആരാധന, നിങ്ങളുടെ നിർജ്ജീവമായതിന് പിന്നാലെ പോകുന്നതാണ്. ഇത് സ്റ്റെഡ് ഫാസ്റ്റായിട്ട് ആ സ്ലോനെസ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ
തമ്മിൽ തമ്മിൽ ഉന്നതിയിലേക്ക് നേടാനായിട്ട് വെറുപ്പും വൈരാഗ്യമുണ്ട്. ഒരു പ്രത്യേക യഹോവയുടെ കാര്യം സാധിക്കാനായിട്ട് ഒരു കാര്യം ബോധത്തോടെ ചെയ്യുമ്പോൾ അതിൽ കുശുമ്പ് കൊണ്ടുവരാണ്ട് സ്റ്റെഡ് ഫാസ്റ്റായിട്ട് ചെയ്യുക. ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ കല്ല് പോലെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു രീതിയിൽ ചെയ്യുക, ഒരു രീതിയിൽ പറയുക, ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും കൂട്ടിയിണക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സ്റ്റഡിനെസ് ഉണ്ടാവും, സ്റ്റെഡ് ഫാസ്റ്റ് ഉണ്ടാവും, പിന്നെ സ്ലോനെസ്, ഫാസ്റ്റ് പേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫാസ്റ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരുമ്പോൾ ഫാസ്റ്റ് പേസിൻ്റെ ഉള്ളിൽ കൂടെ അത് കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഫാസ്റ്റ് പേസിലൂടെ അതിൽ ഡിറ്റർമൈൻഡായിട്ട് ഉൾക്കൊണ്ട് സ്റ്റഡി ആണെങ്കിലും റെഡി ആണെങ്കിലും അതിൽ വിജയം കൈവരിക്കണ രീതി അന്നേ തൊട്ടുള്ളത് ആ രീതിയിൽ വരണ രീതിയാണ് വരുന്നത്. അത് മെറ്റീരിയലിസ്റ്റിക് സ്ലോനെസ് അല്ല, ഇത് ഒരു ഉന്നതിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് അധിഷ്ഠിതമായി നിൽക്കണ ഒരു രീതിയാണ്. മന്ദനും മൂമനും പിന്നെ എന്നിട്ട് ഡ്രഗ് അഡിക്സ് നടക്കണവരും മയ്യും മൊയ്യും ഒന്നും ഇവിടെ വരണല്ലേ.